നാൾ മുൻപ് പുലർച്ചെയായിരുന്നു നടുക്കുന്ന ആ സംഭവം ഉണ്ടായത്. പാലരുവി എക്സ്പ്രസിന്റെ ജനറൽ കോച്ചിൽ. എടത്വ പള്ളിയിൽ പോയി മടങ്ങുകയായിരുന്നു തെങ്കാശി സ്വദേശികളായ കുടുംബം. മുത്തച്ഛനൊപ്പം ജനറൽ കമ്പാർട്ട്മെന്റിലെ നിലത്ത് കിടന്നുറങ്ങുകയായിരുന്നു 6 വയസ്സുകാരി. ഇതേ കമ്പാർട്ട്മെന്റിലുണ്ടായിരുന്ന കൊല്ലം അയത്തിൽ സ്വദേശിയായ സാനിഷ് എന്ന 46-കാരൻ ഈ കുട്ടിയെടുത്ത് മറ്റൊരു സീറ്റിലേക്ക് കൊണ്ടുപോയി. പിന്നെ നടന്നത് മനസാക്ഷിയെ നടുക്കുന്ന ക്രൂരത. എതിർവശത്തിരുന്ന വീണ എന്ന യുവതി ഇതെല്ലാം ശ്രദ്ധിച്ചതുകൊണ്ട് മാത്രം പുറം ലോകമറിഞ്ഞു ഈ ക്രൂരത. തിരുനെൽവേലിയിൽ അമ്മയുടെ ചികിത്സയ്ക്കായി പോവുകയായിരുന്ന വീണ അന്ന് നടന്നത് ഞെട്ടലോടെ ഓർത്തെടുക്കുന്നു. ഫസ്റ്റ് ഞാൻ വിചാരിച്ചു ഇത് പുള്ളിയുടെ കുട്ടിയായിരുന്നെന്നാണ് ഞാൻ വിചാരിച്ചത്. അതുപോലെ ഒരു അച്ഛൻ മകളെ കെയർ ചെയ്യുന്ന പോലെയായിരുന്നു. ആ പുള്ളി ആ കുട്ടിയെ തലോടുന്നു, ഉറങ്ങിക്കിടക്കുവാണ്, എന്നാലും നമ്മൾ ഉറക്കാൻ ശ്രമിക്കുന്ന പോലെ കാണിക്കുന്നത്. ഞാൻ ഇതെല്ലാം മൊബൈലിൽ വീഡിയോ എടുക്കുമായിരുന്നു. കാരണം ഞാൻ പുള്ളിയെ നോക്കുമ്പോൾ പുള്ളി ഒന്നും അവിടെ ചെയ്യുന്നില്ല. അപ്പം ഞാൻ വീഡിയോ എടുത്തു. പുള്ളി വിചാരിച്ചു ഞാൻ ഫോണിൽ വീഡിയോ കാണുവാണെന്നാണ് പുള്ളി വിചാരിച്ചത്. ഞാൻ വീഡിയോ എടുത്തോണ്ടപ്പോൾ തന്നെ ഈ പുള്ളി വിൻഡോ സൈഡിലായിരുന്നു ഇരുന്നത്. ഉറങ്ങിക്കിടന്ന കുട്ടിയെ പുതപ്പോട് കൂടിയാണ് എടുത്തുകൊണ്ട് വന്നത് ആള്. കുട്ടിയുടെ ശരീരത്തിൽ പിടിച്ചേക്കുവാണ് കൈ. അപ്പൊ ഞാൻ വിചാരിച്ചു ഇതെന്താ പുള്ളി ഇങ്ങനെ കാണിക്കണേ എന്ന് വിചാരിച്ചിട്ട് ഞാൻ ഈ വീഡിയോ തന്നെ എടുത്തോണ്ടിരിക്കുന്നു. പിന്നെ ഞാൻ നോക്കിയപ്പോഴത്തേക്കിന് ഈ കുട്ടി ഇട്ടിരുന്നതെന്ന് വെച്ചാൽ ചെറിയൊരു ടീഷർട്ടും ഒരു കുഞ്ഞു ഷോർട്സും ആയിരുന്നു ഇട്ടിരുന്നത്. ഈ പുള്ളി ഈ അകത്ത് കയറ്റി ഈ വലത് കൈ കൊണ്ട് പുള്ളി കുഞ്ഞിന്റെ ഷോർട്സിനകത്തൂടെ പ്രൈവറ്റ് പാർട്സിലേക്ക് കൈ പോയിരുന്നു. അപ്പൊ തന്നെ എനിക്കത് കണ്ടെന്ന് സഹിക്കാൻ പറ്റില്ല. ഞാൻ അപ്പൊ തന്നെ ചാടി എണീറ്റ് ഞാൻ പുള്ളിയുടെ അടുത്ത് ചോദിച്ചു, താൻ എന്താ കാണിക്കുന്നത്, ഇത് തന്റെ കുട്ടിയാണോ എന്ന് ചോദിച്ചു. അപ്പൊ പറഞ്ഞു അല്ല എന്ന് പറഞ്ഞു. കുട്ടിയുടെ റിലേറ്റീവ് ആണോ? അപ്പൊ പറഞ്ഞു ആണെന്ന് പറഞ്ഞു. ഞാൻ പറഞ്ഞു ആര് പറഞ്ഞു എന്ന് പറഞ്ഞിട്ട് അപ്പൊ എന്റെ ബഹളം കേട്ടിട്ട് ട്രെയിനിലുണ്ടായിരുന്ന എല്ലാവരും പെട്ടെന്ന് ഉണർന്നിട്ട് എന്താന്ന് ചോദിച്ചു. അപ്പൊ ഞാൻ പറഞ്ഞു ഇതുപോലെ പുള്ളി ഈ കുട്ടിയെടുത്ത് ഭയങ്കര മോശമായിട്ടാണ് പെരുമാറിയത്. അപ്പൊ കുഞ്ഞും ഞെട്ടി ഉണർന്നു. കുഞ്ഞിനെ ഞാൻ പിടിച്ചു മാറ്റി അവിടുന്ന്. അപ്പൊ എന്നോട് ചോദിച്ചു, പ്രതി ചോദിച്ചു എന്ത് കണ്ടു, നിങ്ങൾ എന്താണ് കണ്ടത്? ഞാൻ പറഞ്ഞു താൻ എന്താണ് ചെയ്തത്? അപ്പൊ പറഞ്ഞു ഞാൻ എന്ത് ചെയ്തു എന്നാ പറഞ്ഞു. ഞാൻ പറഞ്ഞു എന്റെ കയ്യിൽ പ്രൂഫ് ഉണ്ട്. എന്ത് പ്രൂഫാന്ന് പറഞ്ഞിട്ട് ഈ പ്രതി എന്നോട് ഷൗട്ട് ചെയ്തു. അപ്പൊ ഞാൻ ചോദിച്ചു തനിക്ക് കാണണോ, എന്താ ചെയ്തതെന്ന് ചോദിച്ചു. തനിക്ക് കാണണമെന്ന് ചോദിച്ചിട്ട് ഞാൻ ഈ വീഡിയോ കാണിച്ചിട്ട് പുള്ളിയുടെ മുഖത്ത് നോക്കി ഒരു അടി കൊടുത്തപ്പോഴത്തേക്കും എല്ലാവരും വന്നിട്ട് എന്നോട് ചോദിച്ചു എന്താ പെങ്ങൾ എന്താ പ്രശ്നം? ഞാൻ പറഞ്ഞു ഇന്ന പോലെയാണ്. ഇത്ര ഉറങ്ങി കിടന്നൊരു നല്ല ഉറക്കമായിരുന്നു കുഞ്ഞു. നല്ല ഉറക്കത്തിൽ കിടന്നൊരു കുഞ്ഞിനെ എടുത്തുകൊണ്ട് വന്നിട്ടാണ് പുള്ളി മോശമായിട്ട് പെരുമാറിയെന്ന് പറഞ്ഞു. താൻ ഈ സംഭവം അറിഞ്ഞില്ലായിരുന്നെങ്കിൽ ഒരുപക്ഷെ പിറ്റേന്ന് കേൾക്കുക നടുക്കുന്ന വാർത്തകളായിരിക്കുമെന്നും വീണ. ഉറപ്പായിട്ടും അയാൾ അടുത്ത സ്റ്റോപ്പിൽ കുഞ്ഞിനെ കൊണ്ട് ഇറങ്ങിയനെ, കുഞ്ഞിനെ മാക്സിമം ഉപയോഗിച്ചിട്ട് നാളെ ഒരു സമയത്ത് ചിലപ്പോൾ നമ്മൾ അത്രയും മോശമായിട്ടൊരു വാർത്ത കേൾക്കേണ്ടി വന്നത്. വധശ്രമമടക്കമുള്ള കേസുകളിൽ മുൻപ് പ്രതിയായിട്ടുണ്ട് സാനിഷ്. പ്രതി റിമാൻഡിലാണ്. നമസ്കാരം കൂട്ടുകാരെ. നമ്മൾ ഏറ്റവും സുരക്ഷിതം എന്ന് കരുതുന്ന ഇടങ്ങളിൽ പോലും ചെന്നായ്ക്കൾ പതിയിരിക്കുന്നുണ്ട്. അതിന്റെ ഏറ്റവും ഒടുവിലത്തെ ഒരു ഉദാഹരണം തന്നെയാണ് പാലരുവി എക്സ്പ്രസിൽ നടന്നത്. റെയിൽവേയിലെ അപ്പൂപ്പന്റെ കൈപിടിച്ച് നിഷ്കളങ്കമായിട്ട് ഉറങ്ങിക്കിടന്ന ഒരു 6 വയസ്സുകാരി. അവൾ അറിഞ്ഞോ അവളോട് ആ ഒരു നിമിഷം കാട്ടിക്കൂട്ടിയ ആ ഒരു ക്രൂരതകൾ എന്തൊക്കെയാണെന്ന്? എന്തായാലും നമ്മുടെ മനസാക്ഷിയെ പൊള്ളിക്കുന്ന ഒരു വാർത്തയുടെ ഉള്ളറകളിലേക്ക് തന്നെയാണ് ഇന്ന് നമ്മൾ പോകുന്നത്. തിരുവനന്തപുരം കൊല്ലം ഭാഗത്തു നിന്നുള്ള യാത്രക്കാർക്ക് ഏറെ സുപരിചിതമായിട്ടുള്ള ഒരു ട്രെയിനാണ് പാലരുവി എന്ന് പറയുന്നത്. അതിൽ യാത്ര ചെയ്തിരുന്ന വീണ എന്ന യുവതിയുടെ അവരുടെ ആ കണ്ണുകൾക്ക് മുന്നിലൂടെയാണ് ഈ ഒരു സംഭവങ്ങൾ നടന്നത്. പ്രതിയായിട്ടുള്ള ഡാനിഷ് ആദ്യം ശല്യം ചെയ്തത് വീണയായിരുന്നു. അത് ചോദ്യം ചെയ്തപ്പോൾ അയാൾ മാറിയിരുന്നു. പക്ഷേ അതൊരു അടങ്ങിയിരിക്കലായിരുന്നില്ല. അടുത്ത ഇരയെ കണ്ടെത്താനുള്ള ഒരു തക്കം പാർത്തിരിക്കുകയായിരുന്നു അയാൾ. സ്വന്തം മകളെ പോലെ തോന്നിക്കുന്ന ഒരു കുഞ്ഞിനെ അയാൾ എടുത്ത് മടിയിലെത്തി. എല്ലാവരും വിചാരിച്ചത് അയാൾ ആ കുട്ടിയുടെ അപ്പൂപ്പനോ അല്ലെങ്കിൽ ബന്ധുവോ ഒക്കെ മറ്റോ ആയിരിക്കാം എന്നാണ്. സത്യം പറഞ്ഞാൽ ഈ ഒരു മറയാണ് ഇത്തരം ക്രിമിനലുകൾ എപ്പോഴും ഉപയോഗിക്കുന്നത് തന്നെ. പക്ഷെ അവിടെയാണ് വീണ എന്ന സ്ത്രീയുടെ ജാഗ്രത നമ്മൾ ശ്രദ്ധിച്ചത്. അയാൾ ഒരു ബെഡ്ഷീറ്റ് എടുത്ത് കുഞ്ഞിനെ പുതപ്പിച്ചു. ആ പുതപ്പിനുള്ളിൽ മറഞ്ഞിരുന്ന് ആ കുരുന്നിന്റെ പ്രൈവറ്റ് പാർട്സുകളിൽ അയാൾ സ്പർശിച്ചു. ഒന്ന് ആലോചിച്ച് നോക്കൂ, ചുറ്റും ആളുകളുണ്ട്, കുഞ്ഞിന്റെ വീട്ടുകാരും തൊട്ടടുത്തുണ്ട്. എന്നിട്ടും ഇത്രയും ധൈര്യം ഈ ഒരു പ്രതിക്ക് എവിടെ നിന്ന് കിട്ടി? എന്തായാലും വീണ ഉടൻ തന്നെ പ്രതികരിക്കാതിരുന്നതും ബുദ്ധിപരമായിട്ടുള്ള നീക്കം തന്നെയായിരുന്നു. കാരണം തെളിവില്ലാതെ ബഹളം വെച്ചാൽ അയാൾ ഊരിപ്പോകുമെന്ന് അവർക്കറിയാമായിരുന്നു. അതുകൊണ്ട് തന്നെ തന്റെ ഫോണിൽ കൃത്യമായിട്ട് ആ ദൃശ്യങ്ങൾ അവൾ പകർത്തിയത്. ഒരു നിമിഷം വൈകിയിരുന്നെങ്കിൽ, അല്ലെങ്കിൽ വീണ അത് കണ്ട് കണ്ണടച്ചിരുന്നെങ്കിൽ ആ കുഞ്ഞിന്റെ അവസ്ഥ എന്താകുമായിരുന്നു? ശരിക്കും ഈ ഒരു സംഭവം നമുക്ക് നൽകുന്നത് വലിയൊരു താക്കീത് തന്നെയാണ്. ട്രെയിനിലോ അല്ലെങ്കിൽ ബസ്സിലോ ഒക്കെ യാത്ര ചെയ്യുമ്പോൾ നമുക്ക് എന്ത് എന്ന് കരുതി മാറി നിൽക്കുന്ന ശീലമുണ്ടല്ലോ, നമ്മൾ അത് ഉപേക്ഷിക്കണം. കുഞ്ഞുങ്ങളുടെ കൂടെ യാത്ര ചെയ്യുമ്പോൾ രക്ഷിതാക്കൾ പുലർത്തേണ്ട ഒരു ജാഗ്രതയും ഇവിടെ ചർച്ചയാകേണ്ടതുണ്ട്. സ്വന്തം ചോരയാണെന്ന് കരുതി ആരെയും വിശ്വസിച്ച് മക്കളെ ഏൽപ്പിക്കരുത്. എന്തായാലും വീണ ഇവിടെ കാണിച്ചതും വലിയൊരു കരുത്ത് തന്നെയാണ്. ആ ഒരു കുഞ്ഞിനെ മാത്രമല്ല, നാളെ അയാൾ ഇരയാക്കാൻ സാധ്യതയുള്ള ഒരുപാട് കുഞ്ഞുങ്ങളെ കൂടിയാണ് വീണ ഇവിടെ രക്ഷിച്ചിരിക്കുന്നത്. സാധാരണ ഇത്തരം വാർത്തകളിലൊക്കെ പ്രതികളെ പിടികൂടാൻ വൈകുന്നത് തന്നെ തെളിവുകളുടെ അഭാവം മൂലം തന്നെയാണ്. എന്നാൽ ഇവിടെ വീണ എന്ന ആ ഒരു യാത്രക്കാരി വെറും ഒരു സാക്ഷി അല്ല, മറിച്ച് ഒരു സിറ്റിസൺ ജേർണലിസ്റ്റ് ആയിട്ട് തന്നെ അവിടെ മാറുകയായിരുന്നു.
അതായത് ഭയന്ന് മാറി നിൽക്കാതെ ഫോൺ എന്നുള്ള ആയുധം കൃത്യമായിട്ട് ഉപയോഗിച്ചു. സോഷ്യൽ മീഡിയയിലൂടെ ഈ ഒരു വീഡിയോ പ്രചരിച്ചതോടെ പോലീസിനും റെയിൽവേക്കും കൃത്യമായിട്ടുള്ള തെളിവുകൾ ലഭിച്ചു. ഇത് വരും കാലങ്ങളിൽ സാധാരണക്കാർക്ക് വലിയൊരു മാതൃക തന്നെയാണ്. നമുക്കറിയാം, സോഷ്യൽ മീഡിയയിൽ പലപ്പോഴും വ്യാജമായിട്ടുള്ള സോഷ്യൽ എക്സ്പെരിമെന്റ് വീഡിയോകളൊക്കെ വരാറുണ്ട്. എന്നാൽ ഇത് അങ്ങനെയല്ല. ജനങ്ങൾക്കിടയിൽ ഈ ഒരു വീഡിയോ ഉണ്ടാക്കിയ ഒരു ഇമ്പാക്റ്റ് വളരെ വലുത് തന്നെയാണ്. എന്റെ കുട്ടിയല്ലല്ലോ എന്ന് കരുതി മാറി നിൽക്കുന്ന പൊതുസമൂഹത്തിന്റെ ഒരു മനോഭാവത്തിന് കിട്ടിയ ഒരു കനത്ത പ്രഹരം തന്നെയാണിത്. വീഡിയോ കണ്ട ആർക്കും ആ കുഞ്ഞിനോടുള്ള സഹതാപവും അതുപോലെ പ്രതിയോടുള്ള അമർഷവും ഒക്കെ തോന്നാതിരിക്കില്ല. അതുപോലെ തന്നെ കഴിഞ്ഞ ഏതാനും മാസങ്ങളായി കേരളത്തിലെ ട്രെയിനുകളിൽ നടക്കുന്ന അക്രമങ്ങൾ, അതായത് കല്ലേറ്, ലഹരി ഉപയോഗം, സ്ത്രീ പീഡനം, ഇതെല്ലാം സോഷ്യൽ മീഡിയയിൽ വലിയ ചർച്ച തന്നെയാണ്. പക്ഷെ പാലരുവി എക്സ്പ്രസിലെ ഈ ഒരു സംഭവം നമ്മുടെ സുരക്ഷാ സംവിധാനങ്ങളുടെ ഒരു പരാജയത്തെ തന്നെയാണ് ചൂണ്ടിക്കാണിക്കുന്നത്. ജനറൽ കമ്പാർട്ട്മെന്റുകളിൽ അതായത് CCTV ഇല്ലാത്തതും മതിയായിട്ടുള്ള RPF ഉദ്യോഗസ്ഥർ ഇല്ലാത്തതൊക്കെ ഈ ക്രിമിനലുകൾക്ക് വളമാകുന്നുണ്ട്. ലഹരി വിരുദ്ധ പരിശോധനകൾ ട്രെയിനിനുള്ളിൽ കൂടുതൽ കർശനമാക്കണം എന്നുള്ള ആവശ്യവും സോഷ്യൽ മീഡിയയിൽ ഉയരുന്നുണ്ട്. എന്തായാലും മലയാളികൾക്കിടയിൽ ഈ ഒരു വാർത്ത തരംഗമായപ്പോൾ തന്നെ 3 തരം പ്രതികരണങ്ങൾ തന്നെയാണ് പ്രധാനമായിട്ടും ഉയരുന്നത്. അതായത് ഒന്ന്, അഭിനന്ദനം എന്ന് പറയുന്ന കാര്യം, വീണയുടെ ധൈര്യത്തെ വാഴ്ത്തുന്നവർ, പിന്നെ രോഷം, അതായത് പ്രതിക്ക് വധശിക്ഷ നൽകണം എന്നുള്ള ആവശ്യപ്പെടുന്നവരും, പിന്നെ ഒരു ആശങ്കയുണ്ട് കേട്ടോ, സ്വന്തം മക്കളെ എങ്ങനെ വിശ്വസിച്ച് യാത്രയ്ക്ക് അയക്കും എന്നുള്ള കുറേയേറെ ചോദിക്കുന്ന മാതാപിതാക്കളും ഉണ്ട്. അപ്പൊ കൂട്ടുകാരെ, പാലരുവി എക്സ്പ്രസിലെ ഈ സംഭവം നമുക്ക് മുന്നിലെ ചില ചോദ്യങ്ങൾ ബാക്കി വെക്കുന്നുമുണ്ട്. ആ ബെഡ്ഷീറ്റിനുള്ളിൽ ആ പിഞ്ചു കുഞ്ഞ് അനുഭവിച്ച ഒരു പേടി, അത് നമ്മുടെ ആരുടെയും മക്കൾക്ക് സംഭവിക്കാവുന്ന ഒന്ന് തന്നെയാണ്. നമ്മൾ പലപ്പോഴും ചോദിക്കാറുണ്ടല്ലേ, എന്തിനാണ് ഈ സോഷ്യൽ മീഡിയയും ഫോൺ ക്യാമറകളും എന്നൊക്കെ. എന്നാൽ ഇവിടെ വീണയുടെ കയ്യിലിരിക്കുന്ന ആ സ്മാർട്ട് ഫോൺ ഉണ്ടല്ലോ, ഒരു കുഞ്ഞിന്റെ ജീവിതം രക്ഷിച്ച ഒരു ആയുധമായി മാറി. പ്രതികരിക്കാൻ മടിക്കുന്ന എനിക്കെന്ത് എന്ന് കരുതി കണ്ണടയ്ക്കുന്ന ഒരു സമൂഹം, ആ ഒരു സമൂഹത്തിന് നേരെ വീണ ഉയർത്തിയ വിരലുണ്ട്. ആ വിരലാണ് ഇന്ന് ആ ക്രിമിനലിനെ അതുപോലെ അഴിക്കുള്ളിലാക്കിയതും. ഇനി ഒരു കുഞ്ഞിനും ഈ ഒരു അവസ്ഥ ഉണ്ടാകരുത്. പക്ഷേ നമ്മുടെ നിയമം മാത്രം മാറിയാൽ പോരല്ലോ, നമ്മുടെ കണ്ണുകളും തുറന്നിരിക്കണം. ചുറ്റും നടക്കുന്നത് കണ്ടില്ല എന്ന് നടിക്കുന്നവരല്ല, മറിച്ച് വീണയെ പോലെ കൺമുന്നിലെ അനീതിക്കെതിരെ വിരൽ ചൂണ്ടുന്നവരാകണം നമ്മൾ ഓരോരുത്തരും. എന്തായാലും ഈ ഒരു വീഡിയോ നിങ്ങൾ പരമാവധി ഷെയർ ചെയ്യുക. കാരണം ഇത് വെറും ഒരു വാർത്തയാകാൻ വേണ്ടിയിട്ടല്ല, മറിച്ച് നമ്മുടെ കുഞ്ഞുങ്ങളുടെ ഒരു സുരക്ഷയെക്കുറിച്ച് ഓരോ മാതാപിതാക്കളും ഓരോ യാത്രക്കാരും ജാഗ്രത പാലിക്കാൻ വേണ്ടിയിട്ടാണ്. വീണ കാണിച്ച ആ ഒരു ധൈര്യത്തിന് മുന്നിൽ ഒരു ബിഗ് സല്യൂട്ട് തന്നെ കൊടുക്കണം. എന്നാൽ ഇക്കാര്യത്തിൽ നിങ്ങളുടെ അഭിപ്രായങ്ങൾ എന്താണ് എന്നുള്ള കാര്യം താഴെ കമന്റ് ബോക്സ് തീർച്ചയായിട്ടും രേഖപ്പെടുത്തുക. ആ പ്രതിക്ക് എന്ത് ശിക്ഷയാണ് മാക്സിമം നൽകേണ്ടത് എന്നുകൂടി നിങ്ങൾ കമന്റ് ബോക്സിൽ അറിയിക്കുക. മറ്റൊരു പ്രധാന വീഡിയോയുമായിട്ട് വീണ്ടും കണ്ടുമുട്ടാം. അതുവരെ നന്ദി, നമസ്കാരം.